Vipulji, Vipulji, the name of the movie is Kerala Story 2, but there is no victim from Kerala. People to cover it. Sir, There has to be questions from the media. Otherwise, there is no point of you calling them all without taking any questions. क्या बात है? अपनी बात रखिए। Sir, केरला का ही कोई विजिटर नहीं था। no victim from Kerala. Sir, क्वेश्चंस एक सेकंड रुक जाइए भाई साहब, एक सेकंड जरा स्टेज खाली कर दीजिए। कामाख्या जी कम, चलो बाकी सब हट जाइए यहाँ से। सब साइड पे आ जाइए। हम सेटअप करो। We'll do it only for 5 minutes. We have to go, but we understand what you are saying. yeah. You get the survivors. But the audio. See, they are emotionally drained. We understand. And the point is that we're trying to... सर हम सेटअप करो। We are not fabricating it. Sir, sir, the movie's name is Kerala Story 2. കേരള സ്റ്റോറി 2ന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് സംവിധായകനും നിർമ്മാതാവും എത്തിയതിൻ്റെയും മാധ്യമപ്രവർത്തകരെ എടുത്തിട്ട് അലക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളിൽ വളരെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ കണ്ടത്. അത് ഫുള്ളായിട്ട് ഇവിടെ കാണിക്കാൻ തരമില്ല. അതിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ കാണിച്ചത് മാത്രം. പലപ്പോഴും ചിലപ്പോഴൊക്കെ നമുക്ക് എത്രയൊക്കെ എതിർപ്പുകളുണ്ടെങ്കിലും എത്രയൊക്കെ അവരുടെ പ്രവർത്തനങ്ങളോട് നമുക്ക് ഒരു എതിരഭിപ്രായമുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഒരു നമ്മൾ കൈയടിച്ചു പോകുന്ന ഒരു രംഗമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത്. ഈ മാധ്യമപ്രവർത്തകരൊക്കെ കൂടിയിട്ട് അങ്ങ് ചുരുട്ടിക്കൂട്ടി കയ്യിൽ കൊടുത്തു എന്നുള്ളതാ. ഒരു 10, 40, 35, 36, 37, 40ഓളം വരുന്ന സ്ത്രീകളെയും കൂട്ടിയിട്ട് കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതാ. ഒരൊറ്റ ഒന്ന് പോലും പേരിന് പോലും ഒരുത്തി പോലും കേരളത്തിൽ നിന്നുള്ളതില്ല എന്നുള്ളതാ. ഈ കൊണ്ടുവന്ന ഐറ്റങ്ങൾ മൊത്തം ഇതൊക്കെ ഈ പറയുന്നത് ഈ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ സ്ട്രീറ്റുകളിൽ ഈ 100, 200, 300, 400, 500 എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടത്തിൽപ്പെട്ട കുറേ എണ്ണത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് സ്റ്റേജിന്മേൽ ഇരുത്തി കുറേ എണ്ണം പകുതി എണ്ണം മാസ്ക് ഇട്ടിട്ട് കുറേ എണ്ണം മുഖം മറച്ച് കെട്ടിയിട്ട്. കാരണം എന്താ, മുഖമൊക്കെ ഫുള്ളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏർപ്പാടുകൾ ഓരോന്നോരോന്നായിട്ട് പൊളിയും. അപ്പോൾ എവിടെ നിന്നോ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തിയിട്ട് ഇതാണ് കേരള സ്റ്റോറിയുടെ വിക്ടിം എന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചൊരൊറ്റ ചോദ്യമാണ്, ഇതിൽ മലയാളി ഒരെണ്ണം പോലും ഇല്ലല്ലോ, കേരളക്കാർ ഒരെണ്ണം പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് കേരള സ്റ്റോറി? അല്ല, അതിന് മറുപടി പറഞ്ഞത് ഇത് ഈ രാജ്യത്ത് നടക്കുന്ന മൊത്തം കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് കോടതി വിധികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അനുഭവങ്ങളിൽ നിന്നുള്ളതാണ്, കോടതികൾക്ക് ഇതൊന്നും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രൊപ്പഗാൻഡ സിനിമ, അതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ സംഘ് പരിവാർ കേന്ദ്രങ്ങളുടെ ബുദ്ധിയാണ് എന്നുള്ളതറിയാം. അല്ലെങ്കിൽ തീട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൂറുന്നതിന് നമ്മൾ തീട്ടം എന്ന് പറയും, പശു തൂറുന്നതിനെ ചാണകം എന്ന് പറയും. എന്താണെങ്കിലും രണ്ടും വിസർജ്യമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണെങ്കിലും പശുവാണെങ്കിലും തിന്നിട്ട് അത് വയറ്റിൽ കിടന്ന് ഡൈജഷൻ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ആവശ്യമുള്ള മിനറൽസും പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ശരീരത്തിലേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ വിസർജ്യമാണ്, മീൻസ് വേസ്റ്റ്, അത് പുറത്തേക്ക് തള്ളുമ്പോൾ അത് തിന്നുന്ന ഈ സംഘ് പരിവാർ കാളക്കൂട്ടങ്ങൾ, ഇവരുടെ തലതൊട്ടപ്പം മുതൽ ഇങ്ങ് താഴെ തട്ടിലുള്ളവൻ വരെ ഇതാണ്, ഈ വിസർജ്യമാണ്. ഒന്ന് കുടിക്കുന്നത് മൂത്രമാണ്, ഒന്ന് കഴിക്കുന്നത് ഈ പറയുന്ന വിസർജ്യമാണ്, തീട്ടമാണ്. ഞാനതിൻ്റെ തീട്ടം, ചാണകം എന്ന് പറയാനല്ല ആഗ്രഹിക്കുന്നത്, തീട്ടം തിന്നുന്നവരുടെ ബുദ്ധി വെച്ചിട്ട് കേരളക്കാരൻ്റെ അല്ലെങ്കിൽ മലയാളിയുടെ പ്രബുദ്ധതയും അവൻ്റെ ബോധത്തെയും അളക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ വരെ എത്തുമെന്നുള്ളത്. എന്താണെങ്കിലും ഇതുകൊണ്ട് വലിയ ഒരു ഗുണമുണ്ടായി. എന്ത്, ഈ കേരള സ്റ്റോറി 2 കൊണ്ട് ഗുണമുണ്ടായില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് കേരളത്തിന് വലിയ കോട്ടം തട്ടിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതുകൊണ്ട് വലിയ ഗുണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതർത്ഥത്തിൽ? പലപ്പോഴും നമുക്കിടയിൽ ഉറങ്ങിക്കിടന്ന അല്ലെങ്കിൽ അത്ര ആക്റ്റീവ് ആകാതിരുന്ന നമ്മുടെ ഉള്ളിലുള്ള സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ബന്ധങ്ങളുടെ ആഴം അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ ഈ കേരള സ്റ്റോറി 2ൻ്റെ ട്രെയിലർ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. സിനിമ ഇപ്പം നമ്മളാരും കാണാനൊന്നും പോകുന്നില്ല. ട്രെയിലർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് അവിടെ കണ്ടു, ഇവിടെ കണ്ടു, എല്ലാവരും കണ്ടു. വേണ്ട രീതിയിൽ കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ തിരിച്ചു കൊടുത്തു. നല്ല വെടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേരളക്കാർ, മലയാളികൾ.
അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പ്രൊമോഷൻ വന്നപ്പോൾ ആ പ്രൊമോഷനും ചുരുട്ടിക്കൂട്ടി കയ്യിൽ കൊടുത്തു. അവസാനം എന്തുണ്ടായി? നിർമ്മാതാവിനും സംവിധായകനും ഈ പരിപാടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊണ്ടുവന്ന ആളുകളൊക്കെ വിക്റ്റിമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൽ കൊണ്ടുവന്ന ആൾ വിക്റ്റിമാണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ, ഈ രാജ്യത്ത് എത്ര കോടി ജനങ്ങളാണ് ഉള്ളത് ഈ ഇന്ത്യ മഹാരാജ്യത്ത്? ഇതിൽ നിന്ന് ഏതെങ്കിലും 30-40 ആളെ പിടിച്ചു കൊണ്ടുവന്ന നമ്മളെ എങ്ങനെ അന്വേഷിക്കാനാ? എസ്പെഷ്യലി ഊരും പേരും അഡ്രസ്സൊന്നും ഇല്ലാത്ത ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഇങ്ങനത്തെ കുറേ എണ്ണം. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഈ മുഖം മറച്ച് വന്ന് അല്ലെങ്കിൽ മാസ്ക് ഇട്ട് വന്നിട്ട് ഇവിടെ കൊറോണ ഇങ്ങനെ കത്തിപ്പടർന്ന് നിൽക്കുന്നല്ലോ മാസ്ക് ഇട്ട് പുറത്തിറങ്ങാൻ അല്ലല്ലോ. അപ്പോൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ഇത് ഈ രാത്രി കാലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലും 500-നും 1000-നും മാംസം വിൽക്കാൻ വരുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളെ പിടിച്ചു കൊണ്ടുവന്നതാ. അതല്ലാതെ ഇപ്പം ഇത് വിക്റ്റിമൊന്നുമല്ല. ഇതിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, രാത്രി പോയാൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ ഒരു സ്റ്റേജിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വന്ന് ഈ പറയുന്ന ആളുകൾ പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരള സ്റ്റോറി 2-ൽ ഇത്രമാത്രം നുണകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രമാത്രം തിരക്കഥകൾ ഒരുക്കിയ ആളുകൾക്ക് ഒരു 10-30 ആൾക്കാരെ പലതും പഠിപ്പിച്ച് കൊണ്ടുവന്നിരുത്താനാണ് അത്ര അത് ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ റോട്ടിലൂടെ നടക്കുന്ന ആളുകളെ, രാത്രി കാലങ്ങളിൽ മാംസം വിൽക്കാൻ ഇറങ്ങുന്ന ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബോണസ് പോലെ കിട്ടി. അതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രമോഷന് വേണ്ടി കൊണ്ടുവന്നതിൽ ഇപ്പം ഞാൻ പറയുന്നത്, ഈ മാധ്യമപ്രവർത്തകർ ഇന്നലെ ഈ പ്രമോഷൻ എത്തിയ സംവിധായകനെയും നിർമ്മാതാവിനെയും നിർത്തിപ്പൊരിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരുപാടധികം ചോദ്യങ്ങൾ, 1 2 3 ഒരുപാടധികം ചോദ്യങ്ങൾ, ഒരെണ്ണത്തിന് പോലും മറുപടി പറയാൻ ഈ പറയുന്ന സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ സംവിധായകനും നിർമ്മാതാവും എന്തിനു വേണ്ടി പടം എടുക്കുന്നു? പടം ഒരു അജണ്ടയാണ്, ഒരു പ്രൊപ്പഗണ്ടയാണ്. അതിനേക്കാളൊക്കെ ഉപരി നാഷണൽ അവാർഡ് കിട്ടുമെന്നുള്ളതും ഉറപ്പാണ്. കേരള സ്റ്റോറി 1 വന്നപ്പോൾ നാഷണൽ അവാർഡ് കിട്ടി. എന്തുണ്ടായിട്ടാ? ഒരു സിനിമയായിട്ടാണോ? അപ്പോൾ നമ്മുടെ നാട്ടിലെ നാഷണൽ അവാർഡിൻ്റെയൊക്കെ വില ഇതാണ്. നമ്മുടെ നാട്ടിൽ നാഷണൽ അവാർഡൊക്കെ ഉണ്ട്, ഭയങ്കര അവാർഡൊക്കെയാ. പക്ഷേ എന്താണ് അതിൻ്റെ മാനദണ്ഡം? മാനദണ്ഡമൊന്നുമില്ല. പ്രൊപ്പഗണ്ട സിനിമകൾ ഇറക്കിയാൽ അജണ്ടകൾ നിർണയിച്ചു തരും RSS ആസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ PR ഏജൻസികളിൽ നിന്ന്. അവർ പറയുന്നതിനനുസരിച്ച് സിനിമകൾ ഇറക്കിയാൽ ഇതൊരു കണ്ണിൽ പൊടിയിടുന്ന ഘട്ടമാണ് എല്ലാ അർത്ഥത്തിലും. മനസ്സിലായില്ലേ? എല്ലാ അർത്ഥത്തിലും കണ്ണിൽ പൊടിയിടുക, ജനങ്ങളെ പറ്റിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ കാണുന്ന ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്ത് അതിൻ്റെ യഥാർത്ഥ രാജ്യമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും RSSും ഒന്നും പറയുന്ന ഇന്ത്യ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഉത്തരേന്ത്യയിലെ ജീവിതം എന്ന് പറയുന്നത്, സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ മറ്റൊരു അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പടം വരുന്നതോ പടം വരാത്തതോ ഒന്നുമല്ല നമ്മുടെ വിഷയം. അതിന് കേരള സ്റ്റോറി എന്നുള്ളത് എന്തിനാ? ഈ കേരളത്തിന് അങ്ങനെ ഒരു സ്റ്റോറി ഇല്ലെന്നേ. കേരളത്തിലെ സ്റ്റോറി ഇങ്ങനെയൊന്നല്ല. അത് ഇവിടെയുള്ള ചാണക സഖികൾക്കും തീട്ടം നിന്ന് മൂത്രം നക്കുന്ന ഈ പറയുന്ന സുരേഷ് ഗോപിയും K സുരേന്ദ്രനും അടക്കമുള്ള കുഴൽപ്പണ രാജ്യദ്രോഹികൾക്ക് അറിയാവുന്ന കാര്യമാണ് കേരളത്തിൻ്റെ സ്റ്റോറി ഇങ്ങനെയൊന്നുമില്ല എന്ന്. മനസ്സിലായില്ലേ? വേണ്ടുവോളം ബീഫ് മുക്കട്ടം നക്കിയിട്ട് കൈ കഴുകി ഇറങ്ങി വന്നിട്ട് പറയും ഞാൻ ഉള്ളിയാണ് തിന്നത് എന്ന്. മറ്റൊരുത്തരുണ്ട്, അവനും ബീഫ് നന്നായിട്ട് നക്കും. അവൻ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹികൾക്ക് അറിയായിട്ടൊന്നുമില്ല കേരളം എന്താണ് എന്ന്, കേരളത്തിൻ്റെ സ്റ്റോറി എന്താണ് എന്നൊന്നും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ അജണ്ടകളൊക്കെ ഉണ്ടായിക്കോ. നിങ്ങളിപ്പോൾ ആ സിനിമ ഉണ്ടായിക്കോ, ഇന്ത്യൻ സ്റ്റോറി എന്ന് പേരിട്ടോ, എന്താ കുഴപ്പം? ഇന്ത്യൻ സ്റ്റോറി അങ്ങനെ പേരിട്ടിട്ട് നിങ്ങൾ വിളമ്പ്. കേരള സ്റ്റോറി എന്തിനാ ഇന്ത്യൻ സ്റ്റോറി എന്നാക്കിക്കൂടെ നിങ്ങൾക്ക്? അത് പറ്റില്ല. കേരള സ്റ്റോറിയാണ്. എന്നാൽ കേരളത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇന്ത്യയിലുണ്ടെന്ന് അവരെന്നെ പറയാണ്. ഇത് ഉത്തരേന്ത്യകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സ്റ്റോറി എന്നിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോറി എന്നിട്ട് ഓക്കെ, എല്ലാവരും പെടട്ടെ, കേരളം മാത്രമാക്കണ്ട, എല്ലാവരും ഉൾപ്പെടുന്ന ഇന്ത്യൻ സ്റ്റോറി. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നത്,
ഈ അജണ്ടകളെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിന് പ്രത്യേകത്തെ അങ്ങനെ ഒരു ക്യാമ്പയിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മലയാളികൾക്ക് ഇതൊക്കെ തിരിച്ചറിയാനുള്ള നല്ല ബോധ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ബീഫ് നമ്മളെല്ലാവരും നന്നായിട്ട് കഴിക്കുന്നതാണ്. നമ്മളെ കൂട്ടത്തിൽ ഇപ്പോൾ ബീഫ് കഴിക്കുന്നവരിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിമും ഉണ്ട്, ക്രൈസ്തവനും ഉണ്ട്, മതമില്ലാത്തവനും ഉണ്ട്, മതമുള്ളവനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ബീഫ് കഴിക്കാത്തവരിൽ അവരിലും ഉണ്ട്, ഹിന്ദു ഉണ്ട്, മുസ്ലിമും ഉണ്ട്, ക്രൈസ്തവനുണ്ട്, എല്ലാവരും അതിലും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ബീഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം കുത്തകയാണോ? അല്ല. ഇനി ബീഫ് കഴിക്കാത്തവർ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾ അല്ല, ഹിന്ദുക്കൾ മാത്രമാണോ? അല്ല. ക്രൈസ്തവർ മാത്രമാണോ? നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ മതം നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ ബീഫ് കഴിക്കുക കഴിക്കാതിരിക്കുക ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേണ്ടോളം കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ചൂടുള്ള അടിച്ച മുരിഞ്ഞ പൊറോട്ട, ആ പൊറോട്ടയുടെ കൂടെ നല്ല ബീഫ്. എന്താ അത് പറയുമ്പോൾ തന്നെ നോമ്പാണ്, ഇപ്പം ഇങ്ങനെ പറയാൻ പോലും പറ്റില്ല, പക്ഷേ പറയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? കഴിഞ്ഞ 19-ന്, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങിയ നോമ്പാണ്. ഇനി നിമിഷം വരെ ഇനിയുള്ള ദിവസങ്ങളും ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ബീഫ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? അത് നമുക്കങ്ങനെ വേണമെന്നേ, കഴിക്കണം. നമ്മൾ മലയാളികൾ എല്ലാവർക്കും കഴിക്കണം. പിന്നെ പൊറോട്ട എന്തുകൊണ്ട്? നോമ്പായതുകൊണ്ട് മാത്രം പൊറോട്ട. കാരണം നമ്മൾ ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഈ മൈദ ഒരു ഹെവി ആവണ്ട എന്ന് കരുതിയിട്ടാണ്. അത് മാത്രമല്ല, പൊറോട്ടയും ബീഫൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഹെവി ആകും. നമ്മൾ കഴിക്കൽ നന്നായിട്ട് കഴിക്കും, അപ്പോൾ ഭയങ്കരമായിട്ട് ഹെവി ആവും. ഈ ഹെവി ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ തറാവി നിസ്കാരമുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ ഇത്ര ഹെവി വയറുമായിട്ട് പോയിട്ട് ഇത്ര ടൈറ്റ് വയറായിട്ടും പോയി നിസ്കരിക്കാൻ 20 റക്അത്ത്, 20ഉം 4ഉം 24ഉം 3ഉം 27 ടോട്ടൽ. ഇത്ര 27 നിസ്കരിക്കുമ്പോഴേക്കും അത്ര ഹെവി വയറായിട്ടും ആവില്ല. അപ്പം അതുകൊണ്ട് തൽക്കാലം പൊറോട്ട നമ്മളെന്തില്ല, പൊറോട്ട ബീഫുണ്ട്, പൊറോട്ട നോമ്പിനില്ല. നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് നമുക്ക് എന്തുണ്ട്, മനസ്സിലായില്ല? കാരണം ഇപ്പോഴും നമ്മളെ ഭക്ഷണക്രമവും ഭക്ഷണ രീതികളും ഭക്ഷണത്തിൻ്റെ സമയമൊക്കെ ടോട്ടലി മാറിയിരിക്കുക. കഴിഞ്ഞ ഒരു 11 മാസം നമ്മൾ ചെയ്തതുപോലെ അല്ല ഈ ഒരു മാസം ഭക്ഷണം കഴിക്കുന്നത്. സമയമാണെങ്കിലും രീതിയാണെങ്കിലും എല്ലാം കൊണ്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെവി മാറ്റം എന്ന് മാത്രം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, ഈ മാപ്രകളോട് നമുക്ക് വലിയ എതിർപ്പുണ്ട്, വലിയ അവരോട് എതിരഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇന്നലെ ഇവർ ഈ കാണിച്ചത് വളരെ വളരെ പ്രശംസനീയമാണ്. അവരുടെ അണ്ണാക്കിൽ കയറി പൊട്ടിച്ചത് കാണാൻ തന്നെ വല്ലാത്തൊരു ചേല്.